നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർക്ക്, എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ കൈനറ്റിക് എനർജി എന്താണ് നോക്കാം. വിവിധ തരത്തിലുള്ള എനർജി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിൻ്റെ ഇക്വേഷൻ, ഈ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പോകുന്നത്. സോ വിൽ കൺസിഡർ എ ബോഡി ഓഫ് മാസ് m. Initially it is at rest. Then it undergoes a displacement s. അപ്പോൾ ഇനീഷ്യലി റെസ്റ്റിലാണ്, ആ ബോഡിക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണമെങ്കിൽ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ലെറ്റ് എഫ് ബി ദ ഫോഴ്സ്. അപ്പോൾ മാസ് എം ഉള്ളൊരു ബോഡി റെസ്റ്റിലാണ്. ദെൻ ഇറ്റ് സ്റ്റാർട്ട്സ് മൂവിങ്. ഡിസ്പ്ലേസ്മെന്റ് എസ്, ഫോഴ്സ്, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ്. ഇപ്പോൾ ഒരു ഫോഴ്സും ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ദർ ഇസ് എ വർക്ക് ഡൺ, അല്ലെങ്കിൽ ആ ബോഡിയെ മൂവ് ചെയ്യിപ്പിക്കാൻ ഒരു വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഫോഴ്സ് ഡസ് വർക്ക്. വാട്ട് ഇസ് ദാറ്റ് വർക്ക് ഡൺ? W ഈക്വൽ ടു എഫ് ഡോട്ട് എസ്. എഫ് ഡോട്ട് എസ് എന്നത് നമുക്കറിയാം എഫ് എസ് കോസ് തീറ്റ. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ടേബിള് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ ടേബിൾ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ തീറ്റ 0 ആണല്ലോ, കോസ് 0 1 ആണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എഫ് ഇൻറ്റു എസ് തന്നെ എഴുതാം. സോ എഫിന് പകരം എം എ, മാസിന്റെ ആക്സിലറേഷൻ ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച്, ദെൻ എസ്. സോ വർക്ക് ഡൺ ഈക്വൽ ടു എം എ എസ്. ഫോഴ്സിന് പകരമാണ് എം എ എന്ന് കൊടുത്തത്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. Now we have the equation v square equal to u square plus 2as. ആ ഇക്വേഷനിൽ u 0 ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. u 0 കൊടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് v സ്ക്വയർ ഈക്വൽ ടു 2as. u സ്ക്വയർ 0 ആയതുകൊണ്ട് v സ്ക്വയർ ഈക്വൽ ടു 2as. അതിൽ നിന്ന് as എന്തായിരിക്കും കിട്ടുക? വാട്ട് ഇസ് as? v സ്ക്വയർ ബൈ 2 അല്ല, v സ്ക്വയർ ഈക്വൽ ടു 2as. അതിൽ നിന്ന് as ഈക്വൽ ടു v സ്ക്വയർ ബൈ 2 ഓർ ഹാഫ് v സ്ക്വയർ. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. So now you have two equations. Work done equal to MAS ഒരു equation. രണ്ടാമത്തേത് AS equal to half V square. Now substitute equation 2 in equation 1. AS എന്നതിന് പകരം half V square ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So you'll get W equal to M into AS ന് പകരം half V square. So you'll get half m v square. എന്താണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്? വർക്ക് ഡൺ അല്ലേ. ഒരു ബോഡിക്ക് എസ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ, അതായത് ഇനീഷ്യലി റെസ്റ്റ് ഉള്ള ഒരു ബോഡിക്ക് ഡിസ്പ്ലേസ്മെന്റ് എസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ഫോഴ്സ് ചെയ്ത വർക്ക് that is given by half mv square. ഈ വർക്കാണ് ആ ബോഡിയുടെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഒരു ബോഡിക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന വർക്കാണ് ബോഡിയുടെ എനർജി ആയിട്ട് മാറുന്നത്. കൈനറ്റിക് എനർജി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നോക്കാം. അപ്പോൾ ഇക്വേഷൻ മനസ്സിലായിട്ടുണ്ടല്ലോ. വർക്ക് ഡൺ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഈ വർക്ക് ഡൺ ആണ് കൈനറ്റിക് എനർജി. Now kinetic energy is a scalar quantity, okay, and it is the measure of energy due to its motion. Kinetic energy എന്ന് പറയുന്നത് it is energy due to motion. ഒരു ബോഡി മൂവ് ചെയ്യുന്നത് കൊണ്ട് ആ ബോഡിക്ക് ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ മാസ് എമ്മും വെലോസിറ്റി വിയും ആണെങ്കിൽ കൈനറ്റിക് എനർജി k ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഇറ്റ്സ് എ സ്കേലാർ ക്വാണ്ടിറ്റി ആൻഡ് ദ യൂണിറ്റ് ഇസ് ജൂൾ. ഓക്കെ, എല്ലാ എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ്, നമ്മൾ മുമ്പ് കണ്ടു കഴിഞ്ഞ കാര്യമാണത്. Now what is the work done by a variable force? ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത ഫോഴ്സ് എഫ് എന്നാണ്. അവിടെ നമ്മൾ അസ്യൂം ചെയ്തൊരു കാര്യമുണ്ട്, എഫ് ഇസ് എ കോൺസ്റ്റന്റ് ഫോഴ്സ്. അതായത് ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ആണ്, എഫ് തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. എഫ് കോൺസ്റ്റന്റ് ആണ് എന്നുള്ളൊരു അസംഷനിലാണ് നമ്മളിപ്പോൾ വർക്ക് ഡൺ എഫ് ഡോട്ട് എസ് ചെയ്തതും അതുപോലെ തന്നെ കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ കിട്ടിയതും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, സപ്പോസ് ഫോഴ്സസ് ചേഞ്ചിങ്. എപ്പോഴും ഫോഴ്സ് കോൺസ്റ്റന്റ് ആവണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ചേഞ്ച് ചെയ്യുന്നൊരു ഫോഴ്സ് ആണെന്ന് വിചാരിക്കുക, വേരിയബിൾ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് വർക്ക് ഡൺ കണ്ടുപിടിക്കുക?
ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ എഫ് ഡോട്ട് എസ് കണ്ടുപിടിച്ചാൽ മതി അല്ല. കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ വർക്ക് ഡൺ ഈക്വൽ ടു എഫ് ഡോട്ട് എസ്, ഒരു പ്രശ്നമില്ല. അപ്പോൾ 10 ന്യൂട്ടൺ ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ് 2 മീറ്റർ. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കാം? 10 × 2 20 ജൂൾ. ഇനി ചെയ്യാൻ പോകുന്നത് വർക്ക് ഡൺ എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്? അതായത് വെൻ ദ ഫോഴ്സ് ഇസ് ചേഞ്ചിങ്. സോ ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എക്സ് ഇസ് സ്മോൾ ആൻഡ് എഫ് ഓഫ് എക്സ് എന്ന് പറയാൻ കാരണം എന്താണ്? ഫോഴ്സ് ഇസ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിസ്പ്ലേസ്മെന്റിനനുസരിച്ച് ഫോഴ്സ് ചേഞ്ച് ചെയ്യുന്നു. ഫോഴ്സ് ഇസ് എ ഫങ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതായത് വളരെ ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റിന് ഫോഴ്സ് ഇസ് അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഉള്ള കാര്യം എന്ന് പറയുന്നത് ഫോഴ്സ് ഇസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് മാറുന്നതിനനുസരിച്ച് ഫോഴ്സും മാറുന്നു. അതുകൊണ്ടാണ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയത്. എഫ് ഇസ് എ അല്ലെങ്കിൽ ഫോഴ്സ് ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ്. ഡിസ്പ്ലേസ്മെന്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഫോഴ്സും ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെൻ ദ ഡിസ്പ്ലേസ്മെന്റ് ഇസ് വെരി സ്മോൾ, force is almost constant, approximately constant. What is the work done? Delta W. Delta W എന്ന് എടുക്കാൻ കാരണം എന്താ? സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ വെൻ ദ ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ സ്മോൾ ക്വാണ്ടിറ്റി. വളരെ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എക്സ് ആയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന വർക്ക് ഡൺ ഡെൽറ്റ ഡബ്ല്യു. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ്. ഓക്കെ, എഫ് ഫോഴ്സ് ആണ്, എഫ് ഡെൽറ്റ എക്സ്. നേരത്തെ എഫ് എസ് എന്ന് പറഞ്ഞല്ലോ, എഫ് ഡോട്ട് എസ് അല്ലെങ്കിൽ എഫ് എസ്. അതിന് പകരം എസിന് പകരം ഇവിടെ ഡെൽറ്റ എക്സ്, ചെറിയ ഡിസ്പ്ലേസ്മെന്റ്. സോ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ വർക്ക് ഡൺ? ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകളെല്ലാം കൂടി കൂട്ടാം അല്ല. ചെറിയ ഡിസ്പ്ലേസ്മെന്റിന് ചെറിയൊരു വർക്ക് ഡൺ. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ കാണാൻ ഇങ്ങനെയുള്ള ചെറിയ വർക്കുകളെല്ലാം കൂടി കൂട്ടുക. ഫോർ എക്സാമ്പിൾ, സപ്പോസ് യു ഹാവ് എ വേരിയിങ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി. ഡിസ്പ്ലേസ്മെന്റ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 2 മീറ്റർ. പക്ഷേ നമ്മൾ അസ്യൂം ചെയ്യുന്നു 0.1 മീറ്റർ ഡിസ്പ്ലേസ്മെന്റിൽ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ ടോട്ടൽ 2 മീറ്റർ ഡിസ്പ്ലേസ്മെന്റിനെ കുറേ 0.1 മീറ്റർ ഡിസ്പ്ലേസ്മെന്റുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. അതാണ് നിങ്ങൾ ഫിഗറിൽ കാണുന്നത്. ഓക്കെ, ആ ഗ്രാഫ് ഇറ്റ്സ് എ ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ് ഗ്രാഫ്. എക്സ് ആക്സിസിൽ ഡിസ്പ്ലേസ്മെന്റും വൈ ആക്സിസിൽ ഫോഴ്സും ആണുള്ളത്. ആ ഫോഴ്സ് നമുക്കറിയാം, പിന്നെ ആ കേർവ് ആണ് അല്ലേ. കേർവ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുമായിരുന്നു. സോ ഇറ്റ്സ് എ കേർവ്, മീൻസ് ഇറ്റ്സ് എ വേരിയിങ് ഫോഴ്സ്. അപ്പോൾ ഈ ഒരു വേരിയിങ് ഫോഴ്സിന്റെ കേസിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കാണാൻ എന്ത് ചെയ്തു? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഏതാണ്? എക്സ് ഐ മുതൽ എക്സ് എഫ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ്. എക്സ് ഐ ഡിനോട്ട്സ് ഇനിഷ്യൽ പൊസിഷൻ, എക്സ് എഫ് ഡിനോട്ട്സ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ ഇനിഷ്യൽ പൊസിഷൻ മുതൽ ഫൈനൽ പൊസിഷൻ വരെയുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റിനെ ചെറിയ ചെറിയ പാർട്ടുകളാക്കി ഡിവൈഡ് ചെയ്തു. ഈച്ച് ഓഫ് വിത്ത് ഡെൽറ്റ എക്സ്, ഓരോന്നും ഡെൽറ്റ എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫോഴ്സസ് ആക്ച്വലി വേരിയിങ്, പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യുന്നു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എക്സ് ആയിരിക്കുമ്പോൾ ഫോഴ്സ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. സോ എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ്, ദാറ്റ് ഇസ് വർക്ക് ഡൺ. ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാനുള്ള വർക്ക് ഡൺ. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കും? സിഗ്മ എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ്. സിഗ്മ എന്നുള്ള നൊട്ടേഷൻ എന്തിനെ സൂചിപ്പിക്കുന്നു? സമ്മേഷൻ അല്ല. അപ്പോൾ ഓരോ ചെറിയ വർക്ക് ഡൺ കണ്ടുപിടിച്ചതിന് ശേഷം ടോട്ടൽ വർക്ക് ഡൺ കിട്ടാൻ അതെല്ലാം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് മനസ്സിലാവും, ഫിഗറിൽ ഒരു ചെറിയ റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നീളം എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, വീതി ഡെൽറ്റ എക്സ് ആണ് അല്ല. എക്സ് ആണ് അതിൻ്റെ വീതി, ബ്രെഡ്ത്ത്. നീളം എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഓർ യു ഗെറ്റ് ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ. ദാറ്റ് സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ is equal to the area of that small rectangle. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എന്തായിരിക്കും? ഇങ്ങനെയുള്ള എല്ലാ റെക്റ്റാങ്കിൾസിൻ്റെയും കൂടി ഏരിയ ആഡ് ചെയ്യുക. അങ്ങനെയുള്ള ഏരിയ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഏരിയ അണ്ടർ ദാറ്റ് കർവ് അല്ല. ടോട്ടൽ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ദി ഏരിയ അണ്ടർ വിച്ച് കർവ്? കർവ് ഡിനോട്ട്സ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്.
So the area under force displacement graph gives the total work done. When force is a variable. When the force is varying continuously, the total work done, okay, total work done is given by area under displacement force graph. Clear ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സമ്മേഷൻ ആണ് എടുത്തത്. സമ്മേഷൻ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫോഴ്സ് ചേഞ്ച് ചെയ്യുന്നു, പക്ഷേ ഇപ്പോൾ 1 അല്ലെങ്കിൽ പിന്നെ 2, 3 ആ രീതിയിൽ ചേഞ്ച് ചെയ്യുന്നു, ഡിസ്ക്രീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയാം. വേരിയിങ് ക്വാണ്ടിറ്റീസ് കൺസിഡർ ചെയ്യുമ്പോൾ 2 തരത്തിലുള്ള ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഡിസ്ക്രീറ്റ് വേരിയബിൾസും ഉണ്ട്, കണ്ടിന്യൂസ് വേരിയബിൾസും ഉണ്ട്. ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണെങ്കിൽ ഇപ്പോൾ 1 to 5 ഫോഴ്സ് ചേഞ്ചസ് ഫ്രം 1 to 5 എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 ഈ രീതിയിലാണ് ഫോഴ്സ് ചേഞ്ച് ചെയ്യുന്നത്. അതേസമയം ഫോഴ്സ് ഇസ് എ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 5 ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ 1ൻ്റെയും 5ൻ്റെ ഇടയിൽ ഒരുപാട് വാല്യൂസ് പോസിബിൾ ആണ്. ഇപ്പോൾ 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് 2 അല്ല, 1.00001, 1.0000015 ഇങ്ങനെ ഒരുപാട് വാല്യൂസ് 1നും 5ൻ്റെ ഇടയിലുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള വേരിയബിൾസിനാണ് കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സിഗ്മ ഡിനോട്ട് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് ഫോഴ്സ് ഒരു ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. അപ്പോൾ കണ്ടിന്യൂസ് ആയാലും ഡിസ്ക്രീറ്റ് ആയാലും ഈ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. If the force is variable, area under force displacement graph gives the total work done. Now if it is a continuous variable, then delta x should be tending to 0. അല്ല, വളരെ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് എടുക്കണം നമ്മൾ പറഞ്ഞു. should be very very small, and work done can be written as limit delta x tends to 0 f of x delta x or integral f of x dx. കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുന്ന കേസിലാണ് സിഗ്മ എന്നതിന് പകരം നമ്മൾ ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കുന്നത്. ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് ടോട്ടൽ വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണെങ്കിൽ സമ്മേഷൻ അല്ലെങ്കിൽ സിഗ്മ എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ്, കണ്ടിന്യൂസ് വേരിയബിൾ ആണെങ്കിൽ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. രണ്ട് കേസായാലും ഇറ്റ് ഈസ് ഈക്വൽ ടു ദി ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഫോർ എ വേരിയിങ് ഫോഴ്സ് the work done can be expressed as a definite integral of force over displacement. അതായത് ഇൻ്റഗ്രൽ വേരിയിങ് ഫോഴ്സിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതാണ് ഇപ്പോൾ പറഞ്ഞത് ടോട്ടൽ വർക്ക് ഡൺ. ഓക്കെ, now how will you prove work energy theorem for a variable force? ഫോഴ്സ് നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തു വർക്ക് എനർജി തിയറം, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് ഡൺ എന്ന് കിട്ടി. ഓക്കെ, അത് when force is assumed to be a constant. ഇപ്പോൾ ഫോഴ്സ് ഇസ് വേരിയിങ് കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുന്ന ഫോഴ്സാണ്. അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വർക്ക് എനർജി തിയറം പ്രൂവ് ചെയ്യുക? അപ്പോൾ വർക്ക് എനർജി തിയറത്തിൽ നമുക്ക് വേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി, ദാറ്റ് ഇസ് ഡി കെ ബൈ ഡി ടി. കെ ആണ് കൈനറ്റിക് എനർജി എങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി ഇസ് ഡി കെ ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് കെ ഹാഫ് എം വി സ്ക്വയർ. കേക്കുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടെത്തിയതാണ് ഹാഫ് എം വി സ്ക്വയർ. അതിൽ ഹാഫ് കോൺസ്റ്റൻ്റ് ആണ്, എം കോൺസ്റ്റൻ്റ് ആണ്, ബാക്കി ഉണ്ടാവുക ഡി ബൈ ഡി ടി ഓഫ് വി സ്ക്വയർ. ഓക്കെ, വി സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 2v dv by dt. മുമ്പ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രോബ്ലത്തിൽ d by dx of x raised to n equal to n x raised to n minus 1. ആ ഒരു ഫോമുലയാണ് ഇവിടെ യൂസ് ചെയ്തത്. d by dt of v square equal to 2v raised to 2 minus 1. ഓക്കെ, സോ 2v പിന്നെ dt ആയതുകൊണ്ട് dv by dt ഡിഫറൻസിയേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2ഉം 2ഉം ക്യാൻസൽ ചെയ്യും. പിന്നെ dv by dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആക്സലറേഷൻ ആണ്. സോ m ഇൻറ്റു a ഇൻറ്റു v യൂസ് ചെയ്തത്. dv by dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇസ് ആക്സലറേഷൻ.
m into a, m into acceleration is f. Okay, so f equal to m a into velocity v. That is, you will get dk by dt equal to f v. F ma ആണ്, then v. അപ്പോൾ rate of change of kinetic energy equal to force into velocity fv. That can be written as dk by dt equal to f into v ക്ക് പകരം dx by dt. v velocity ആണ്, it is rate of change of displacement. അപ്പോൾ f into v എന്നതിന് പകരം f into dx by dt, or you can write dk equal to f dx. dk equal to f dx. ഇപ്പോൾ ഒരു ഡിഫറൻസിയേഷനൊക്കെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. മുമ്പ് ചെയ്ത ഡിഫറൻസിയേഷൻ്റെ പ്രോബ്ലം ശ്രദ്ധിക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 എന്ന ഫോമുലയാണ് ഇവിടെ യൂസ് ചെയ്തത്. ഓക്കെ, പിന്നെ റീഅറേഞ്ചിങ്ങേ ഉള്ളൂ. എം എക്ക് പകരം എഫ് കൊടുത്തു, ദെൻ വി എഫ് വി എന്നതിൽ വിക്ക് പകരം ഡി എക്സ് ബൈ ഡി ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഡി കെ ഈക്വൽ ടു എഫ് ഡി എക്സ്. ഓക്കെ, ഡി കെ എന്താണ്? കൈനറ്റിക് എനർജിയാണ്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. എഫ് ഡി എക്സ്, ഡി എക്സ് ഡിസ്പ്ലേസ്മെന്റ്, ചെറിയ ഡിസ്പ്ലേസ്മെന്റ്, എഫ് ഫോഴ്സ്. ഓക്കെ, ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഫോർ integrating from initial position xi to final position xf, integral dk equal to integral f dx. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ചെറിയൊരു കൈനറ്റിക് എനർജി, ചെറിയ ഡിസ്പ്ലേസ്മെന്റിൽ ഉണ്ടാവുന്ന എനർജിയാണ് നമുക്ക് നേരത്തെ കിട്ടിയത്. അപ്പോൾ ഒരു ഇനിഷ്യൽ പൊസിഷൻ xi മുതൽ ഫൈനൽ പൊസിഷൻ xf വരെ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഉള്ള ടോട്ടൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, അതാണ് ഇൻ്റഗ്രൽ ഡി കെ. So integral dk equal to integral f dx, and integral dk ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് k ആണ് കിട്ടുക. ഓക്കെ, ഇൻ്റഗ്രൽ ഡി കെ ചെയ്യുമ്പോൾ k, ഡിയോട് അടുപ്പിച്ച് തന്നെ k എഴുതാം. ഒരു സ്പേസ് അവിടെ വന്നു പോയിട്ടുണ്ട്. ഡി കെ എന്ന് ഒരുമിച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ യു വിൽ ഗെറ്റ് കെ എഫ് മൈനസ് കെ ഐ. കെ എഫ് എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് കെ ഐ മീൻസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ദിസ് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. റൈറ്റ്, കെ എഫ് മൈനസ് കെ ഐ മീൻസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് ഡൺ. ദസ് ദ വർക്ക് എനർജി തിയറം ഇസ് പ്രൂവ്ഡ് ഫോർ എ വേരിയബിൾ ഫോഴ്സ്. ഇപ്പോൾ ഒരു വേരിയബിൾ ഫോഴ്സിൻ്റെ കേസിൽ വർക്ക് എനർജി തിയറം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു എഫ് ഡി എക്സ് നമുക്കറിയാം, സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. ഇൻ്റഗ്രൽ എഫ് ഡി എക്സ് ഇസ് ടോട്ടൽ വർക്ക് ഡൺ. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് ഡൺ. ഇത് തന്നെയാണ് വർക്ക് എനർജി തിയറം. അപ്പോൾ വേരിയബിൾ ഫോഴ്സിൻ്റെ കേസിലും വർക്ക് എനർജി തിയറം ശരിയാണ് എന്നതാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.